അപ്പോൾ പേരൻസ് ആണ് ഇത് ഏറ്റവും കൂടുതൽ ശരിക്കും മനസ്സിലാക്കേണ്ടത് അല്ലേ? അതെ. അമ്മയുടെ മുലപ്പാല് കഴിച്ചാൽ പോലും കുടിച്ചാൽ പോലും ഛർദ്ദിക്കുന്ന ഒരവസ്ഥയുള്ള അത്രയും സിവിയർ ആയിട്ട് പുള്ളി ഒരുപാട് വർഷത്തിന് ശേഷം നല്ല നല്ല ഫുഡുകൾ ഇപ്പൊ കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ പോലും വളരെ മോശമാണ്. അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നമസ്കാരം. ഇൻസൈഡ് വിത്തിൻ ബോർഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു വ്യക്തിയാണുള്ളത്. ഡോക്ടറാണ്, ഇൻഫ്ലുവൻസറാണ്, മാത്രവുമല്ല ഒരുപാട് പേരെ ചികിത്സിച്ച് അവർക്ക് സപ്പോർട്ടായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. ആഷ്നാസ് ക്ലിനിക് എന്ന ഒരു സ്ഥാപനം നടത്തി അതിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് പോകുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. സോ വെൽക്കം ടു ദിസ് ഷോ ഡോക്ടർ ആഷ്ന. താങ്ക് യു. എങ്ങനെ പോകുന്നു നിങ്ങളുടെ സ്ഥാപനവും കാര്യങ്ങളൊക്കെ? സ്ഥാപനം വളരെ നന്നായിട്ട് മുന്നോട്ട് പോവാണ്. 2 ക്ലിനിക്ക് ഉണ്ട്, ഒന്ന് കൂത്തുപറമ്പിലും ഒന്ന് പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലാണ്. പയ്യന്നൂർ എവിടെയാണ് വരുന്നത്? പ്രോപ്പർ പയ്യന്നൂർ തന്നെയാണോ? പയ്യന്നൂർ വിളയാങ്കോട്. കൂത്തുപറമ്പ് പ്രോപ്പർ കൂത്തുപറമ്പ് തന്നെയാണ്. അവിടെ നിന്നൊരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അടുത്തായിട്ട് അടിയറപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരുന്നു. സോ താങ്ക് യു സോ മച്ച് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിലും എന്നെ കുറിച്ച് ഇത്രയും നല്ല ഭംഗിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഒരുപാട് താങ്ക് യു സോ മച്ച്. പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ ഇതുവരെ ഞാൻ എവിടെയും അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തൊക്കെയാ ചോദിക്കുക, എന്ത് ആൻസർ പറയുന്നുള്ളതൊന്നും അറിയില്ല. ആയിക്കോട്ടെ, നമുക്ക് കുറച്ച് എക്സൈറ്റഡ് ആയിരിക്കുമ്പോൾ തന്നെ എന്തായാലും നമ്മൾ വളരെ റിയൽ ആയിട്ടായിരിക്കാം ഇതിനകത്ത് നമുക്ക് സംസാരിക്കുക. ഇതിനകത്ത് വലിയൊരു ക്വസ്റ്റ്യൻ ആൻസർ പ്രോഗ്രാം ഒന്നുമല്ല. നിങ്ങളോടുള്ള കാര്യങ്ങൾ റിയലായിട്ട് ചോദിച്ചറിയുകയും അത് സമൂഹത്തിൽ ഒരുപാട് രീതിയിൽ സപ്പോർട്ടഡൊക്കെ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇങ്ങനെയൊരു ടോക്ക് ഷോ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് തന്നെ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ദിസ് ഷോ വിത്ത് അസ്. നമുക്ക് ഇതിൻ്റെ തുടങ്ങാം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് മസിലേക്ക് വിടാം. ഇനി നമുക്ക് ഇതിൻ്റെ ഷോയിലോട്ട് പോവാം. ഒരുപാട് വീഡിയോസ് ആഷ്ന ഡോക്ടറിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെയൊക്കെ കൂടുതലും വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരുപാട് അവിടുത്തെ അല്ല, നമുക്ക് സമൂഹത്തിൽ ഇപ്പം നമുക്ക് ഏറ്റവും ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതിനൊക്കെ ഉള്ള ഒരുപാട് റെമഡീസാണ് നിങ്ങൾ ആ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. അതിനൊക്കെ മില്യൺസ് വ്യൂസും ഉണ്ട്, നമ്മൾ കാണാറുണ്ട്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഈ റെമഡീസ് ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാണോ? എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? ആക്ച്വലി നമ്മളിപ്പം ഓരോ ഡിസീസിനും നമ്മളിപ്പോൾ ഒരു റെമഡീസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഓരോ ഡിസീസും ഞാനിപ്പോൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അത് കൃത്യമായിട്ട് റിസർച്ച് സ്റ്റഡീസ് ചെയ്ത് അത് കറക്റ്റായിട്ട് അത് എന്താണ് അസുഖം എന്നുള്ളത് പറഞ്ഞ് അതിന് ശേഷം അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെമഡി പറഞ്ഞു കൊടുക്കുന്നത് റിസർച്ച് ഓറിയന്റഡ് ആണ്. കംപ്ലീറ്റ് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ആ ഒരു റെമഡി പറഞ്ഞു കൊടുക്കുമ്പോൾ ആ റെമഡി എങ്ങനെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നു അതൊക്കെ പറഞ്ഞ് സയന്റിഫിക്കലി അത് കറക്റ്റ് ആണോ എന്നൊക്കെ കൺഫേം ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ? അത് കൂടുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെ രോഗങ്ങളാണ് അല്ലേ കൂടുതൽ? ഏതൊക്കെ രോഗങ്ങളാണ് ഏകദേശം ഇതിനകത്ത് ഈ കാറ്റഗറിയിൽ വരുന്നത്? നമ്മളിപ്പോൾ ശരിക്കും നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടായിരിക്കും. മുന്നത്തെ കാലഘട്ടം നോക്കിയാൽ മതി, ഒരു 100 പേരിലാകെ ഒരു 10-20 മാക്സിമം അത്ര പേർക്ക് എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ഒരു ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉള്ളത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും, കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ പോലും വളരെ മോശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ടിട്ട്. അപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നതും എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു പേഴ്സണെ കംപ്ലീറ്റ്ലി ഫിറ്റ് ആക്കിയിട്ട് അത് അൺഫിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഫിറ്റ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും അലർജി, അതൊരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്, എല്ലാവർക്കും തന്നെ ഉണ്ടാവും തോന്നുന്നല്ലേ? വളരെ കോമൺ ആണ്. ഇപ്പൊ 100 പേരിൽ ഒരു 90% ആളുകൾക്ക് ഇപ്പം അലർജി വളരെ കോമൺ ആണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ഈ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉദര സംബന്ധ ദഹന പ്രശ്നങ്ങളുള്ളത് നല്ല രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, പിന്നെ തൈറോയിഡ്, മൈഗ്രെയിൻ, PCOD, ഫാറ്റി ലിവർ, ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരിലും കണ്ടുവരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണല്ലേ മറ്റൊരുപാട് രോഗങ്ങളുടെ നെക്സ്റ്റ് കോസ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് അല്ലേ? ഇതൊരു പ്രൈമറി, അതായത് ഇതൊരു ഒരു അടിത്തറയാണ്. ഓരോരോ ക്രോണിക്, അതായത് കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് വരാനുള്ളൊരു
ഒരു പ്രൈമറി അസുഖമാണ് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ. അപ്പം നിങ്ങൾ ശരിക്ക് റിസർച്ച് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഇതിൻ്റെ റൂട്ട് കോസിലാണല്ലേ? അതെ, റൂട്ട് കോസ് എങ്ങനെ ശരിയാക്കി എടുക്കാം, അതിനകത്ത് എങ്ങനെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം എന്നുള്ളതാണല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ സംസാരിച്ച് വരുമ്പോൾ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം എൻ്റെയൊക്കെ പേഴ്സണലി പറഞ്ഞാൽ തന്നെ വീട്ടിലൊക്കെ നമ്മൾ കൂടുതൽ ഡോക്ടറെ കാണാൻ പോകുന്നത് നമ്മൾ കുട്ടികളുടെ ഇതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. മാത്രവുമല്ല നമുക്ക് ഈ സ്കൂളിലും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ഇതിനൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പാരൻസിനൊക്കെ അറിവിലേക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരിക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട്? ഒന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം അവരുടെ ഡയറ്റിലാണ്. കാരണം എന്താ, ഇപ്പം നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട്, വളരെ കളർഫുൾ ആയിട്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങൾ ഈ കുട്ടികൾ കാണുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കൂടുതലും ജങ്ക് ഫുഡ്സിനോടായിരിക്കും കൂടുതലും ഇഷ്ടം ഉണ്ടാവും. സോ വൺസ് അവരൊരു ജങ്ക് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ഫുഡിനോട് ഒരു രീതിയിൽ അവർക്ക് ഒരു ഇഷ്ടമേ തോന്നില്ല. അത് എത്ര ടേസ്റ്റിലാക്കി കൊടുത്തു കഴിഞ്ഞാലും ഒരു ഇഷ്ടവും തോന്നില്ല. അതൊരു അമ്മ വളരെ ഇഷ്ടത്തോടെ വളരെ ഹെൽത്തി ആയിട്ട് അവരുടെ മുന്നിൽ വളരെ അട്രാക്റ്റീവ് രീതിയിൽ പ്രസന്റ് ചെയ്താൽ പോലും അവർക്ക് അപ്പോ നമ്മള് എനിക്ക് പോലും അങ്ങനെയാണ്. അതെ, അത് നമ്മുടെ ഒരു മെന്റാലിറ്റി, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ കളേഴ്സിനോടും അതിനോട് ഭയങ്കരമായിട്ട് ഹോർമോണലി ഭയങ്കരമായിട്ട് അട്രാക്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ പേരൻസ് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് അത് എപ്പോഴും ഒരു ഹെൽത്തി പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവരൊരു മെയിനായിട്ട് കുട്ടികൾ വാശി പിടിക്കും ഭയങ്കരമായിട്ട്. ജങ്ക് ഫുഡ്സ് കണ്ടു കഴിഞ്ഞാൽ അത് കഴിക്കണം എന്നുള്ള രീതിയിൽ വാശി പിടിക്കും. പക്ഷെ അത് ആ ഒരു ടൈമിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികൾക്ക് ഈ ജങ്ക് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാക്സിമം സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ വീട്ടിലെ ഹെൽത്തി ഫുഡ് കഴിക്കാനും കുട്ടികൾക്ക് ന്യൂട്രീഷൻസ് ബാലൻസ് ചെയ്യാനും അസുഖങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവും. ഹെൽത്തി ഫുഡ് ശരിക്കും നമ്മൾ പാരൻസ് തന്നെയാണ്. അപ്പോൾ പാരൻസ് ആണ് ഇത് ഏറ്റവും കൂടുതൽ ശരിക്കും മനസ്സിലാക്കേണ്ടത് അല്ലേ? ഇതിനകത്ത് ഏതൊക്കെ ഫുഡൊക്കെ കൊടുക്കാം, എന്താണ് ശരിക്കും ഇതിൻ്റെ കൊടുത്തു കഴിഞ്ഞാലുള്ള കോസ്റ്റ് വരിക, അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിന് കണ്ടിന്യൂ എങ്ങനെ പോകും എന്നൊക്കെ ഉള്ളത് അല്ലേ? പാരൻസ് കുഞ്ഞുങ്ങൾ വാശി പിടിക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിലെ മെയിൻ പ്രശ്നം. പിന്നെ നമ്മൾ കൂടുതൽ ഇവർ ഈ വാശി പിടിച്ച് ഒച്ചപ്പാടാക്കുമ്പം ഇവരെ എങ്ങനെയെങ്കിലും അതിനകത്ത് സമാധാനിപ്പിച്ച് നമുക്ക് അതിനകത്ത് രക്ഷപ്പെടണമെന്നുള്ളത് ഓർത്തിട്ടാണ് നമ്മളിതിനെ അല്ലേ ഇതിനകത്ത് കൂടുതലും പോവുക. വളരെ കറക്റ്റ് ആണ്. അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ KFC നമ്മൾ KFC പോയി കഴിഞ്ഞാൽ അവിടെ വെറൈറ്റി ഒരുപാട് ഫുഡ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അവിടെ ഇത് കിട്ടുമല്ലോ, പിന്നെ കോള കിട്ടുമല്ലോ, അതുപോലും കുട്ടികൾക്ക് ചെറിയ മക്കൾക്ക് കൊടുക്കും. പിന്നെ ഇവരുടെ ഇഷ്ടം മൊത്തം അങ്ങോട്ടാ. വീട്ടിലെ ഫുഡില് നമ്മളിപ്പോ ഒരു ലെമൺ വാട്ടർ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്കത് വേണ്ടി വരില്ല. ഇപ്പൊ നമ്മളൊക്കെ പുറത്ത് ഒരു പ്രാവശ്യം ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ ഫുഡിന്റെ ഇതില്ല. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാലും പുറത്തോട്ട് പോവാന്നുള്ള ടെൻഡൻസി തന്നെ അവരെപ്പോഴും ഉണ്ടാവുക. പിന്നെ മക്കൾക്ക് ഇങ്ങനത്തെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഭയങ്കരമായിട്ട് വരും. കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കിൻ അലർജി ഇപ്പോൾ ഭയങ്കര. ഞാൻ ഒരുപാട് കുഞ്ഞു മക്കളെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 3 ഇയേഴ്സും 4 ഇയേഴ്സും 5 ഇയേഴ്സും. നമ്മൾ ഈ ചെറുപ്പകാലത്ത് താരം വരിക എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യമേ അല്ല. നമ്മുടെ ഈ വളരെ അൺഹെൽത്തി പാറ്റേൺ ഫുഡ് ഉള്ളത് കൊണ്ടും കുട്ടികളുടെ ഗട്ടിന് ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഗട്ട് ഹെൽത്തിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുമ്പം കുട്ടികൾക്ക് ഒരുപാട് അലർജീസ് ക്രിയേറ്റ് ചെയ്യും. ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വീക്കായി കോൺസ്റ്റിപ്പേഷൻ വന്ന് അലർജീസ് ക്രിയേറ്റ് ചെയ്യും. കുഞ്ഞു മക്കൾക്ക് ഈ തലയിൽ നിറയെ താരം വന്നിട്ട് പഴുത്ത് ഭയങ്കര ഫൗൾ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അത് ഈ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഒരു ടോയ്ലറ്റ് സീറ്റ് അലർജി എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ നമ്മുടെ തൊടയുടെ ബാക്ക് സൈഡിലായിട്ട് ബട്ടക്സും ആ ഒരു തൊട സൈഡിലായിട്ട് വരുന്നൊരു ടോയ്ലറ്റ് സീറ്റ് അലർജി ഉണ്ട്. അതൊക്കെ ആക്ച്വലി കുട്ടികളുടെ ഫുഡിൻ്റെ ഒരു അൺഹെൽത്തി പാറ്റേൺ ഉള്ളത് കൊണ്ട് ഗട്ടിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് വരുന്ന അസുഖങ്ങളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള അവബോധം ഉണ്ടാക്കേണ്ടതല്ലേ ഇതിനെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ? അപ്പം എനിക്ക് തോന്നുന്നു ഡോക്ടറിൻ്റെ വീഡിയോ അതിന് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഞാൻ അതിൻ്റെ കുറേ വീഡിയോസ് കണ്ടിട്ട് അതിനകത്തുള്ള കമൻസ് ഒക്കെ റീഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു മാർക്കറ്റിംഗ് സൈഡാണല്ലോ നമ്മുടെ ഒരു ഇതും കൂടെ വരുമ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ ശരിക്ക് ഓഡിയൻസ് നോക്കുക. അപ്പോൾ ഈ ഒരു റിലേറ്റഡ് ആയ കാര്യത്തിനെ പറ്റി നമ്മളൊരു അനലൈസ് ചെയ്യും. അപ്പം എന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക ഇന്ന കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പം അല്ലെങ്കിൽ കുറേ പേര് കുറേ നെഗറ്റീവ് പറയും. അപ്പം നെഗറ്റീവ് പറയുന്നവരെ അവരെ തന്നെ ആ വീഡിയോയ്ക്ക് തന്നെ വന്നിട്ട് വേറെ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്ത് പോസിറ്റീവാക്കി പിന്നെ അവരതിനുള്ളിൽ തന്നെ ഫൈറ്റൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സോഷ്യലായിട്ടുള്ള
വർക്ക് തന്നെയല്ലേ ഇതിനകത്ത് മെയിൻ വരുന്നത് അല്ലേ? അതെ, നമ്മളിപ്പോൾ ഓരോ വീഡിയോ ചെയ്യുന്തോറും അത് ആളുകളിലേക്ക് ആ ഒരു അസുഖം എത്രത്തോളം എങ്ങനെ അത് മനസ്സിലാക്കണേ, ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. അത് മെയിൻലി ഞാൻ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഒരുപാട് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ ബേസിക് അടിസ്ഥാനമാണ് ഗട്ട് ഹെൽത്ത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡയറക്റ്റ്ലി എത്തുന്നതും ഗട്ട് ഹെൽത്തിൽ നമ്മുടെ ഗട്ടിലേക്കാണ്, അതായത് നമ്മുടെ കുടലിലേക്കാണ്. അവിടെ നിന്നാണ് നമ്മുടെ പല അസുഖങ്ങളും ആരംഭിക്കുന്നത്. നമ്മളെ ഫുഡാണ് അപ്പം ഒരു ഇതിൻ്റെ ഏറ്റവും വലിയൊരു വില്ലൻ അല്ലേ? ആദ്യത്തിൽ പറയുവാണെങ്കിൽ നമ്മുടെ ഏത് രോഗത്തിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് നമ്മളെ ഫുഡിൽ തന്നെ തുടങ്ങുക. നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ളതോ ആയ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നെയ്യിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവരും ഉണ്ടാവും, ഇതിനെക്കുറിച്ച് അറിയാതെ കമൻറ്റ് ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ ഈ ബട്ടർ എന്ന് പറയുന്നത് കഴിച്ചാൽ അത് സ്പോണ്ടേനിയസ്ലി അത് കൊളസ്ട്രോൾ ആയിട്ട് മാറും എന്നുള്ളതാണ് പൊതുവെ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ. അതായത് ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് എല്ലാം അറിയാം, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് അറിയുകയില്ല. എന്നാൽ ഒരാൾ നല്ല രീതിയിലൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പം അത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആണെന്ന് പറയാനും വേണ്ടിയിട്ട് സമൂഹത്തിൽ ഒരുപാട് പേര് സ്പെൻഡ് ചെയ്യുന്നുണ്ട് സമയം അല്ലേ? അതെ അതെ അതെ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കാതെ ഇവരൊക്കെ കമൻറ്റ് ചെയ്യുന്നത് തോന്നുന്നില്ലേ പല സ്ഥലത്തും അല്ലേ? നമുക്കതിനകത്ത് പിന്നീട് ഞാൻ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവർ പിന്നീട് ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ടായിരിക്കും അവരെന്തെങ്കിലും കമൻറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുക. പിന്നീട് അത് കുറച്ച് പേര് വന്നിട്ട് അവിടുന്ന് അല്ല അത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതൊരു ഫൈറ്റ് പോലെ വന്ന് പിന്നീട് അവിടുന്ന് ക്ലിയർ ആയിട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് അത് ഇപ്പം ഡോക്ടറിന്റെ വീഡിയോസിന് മാത്രമല്ല, അത് സമൂഹത്തിൽ മൊത്തം ഉള്ളതാണ്. നമ്മളെപ്പോഴും ജഡ്ജായിരിക്കും നമ്മുടെ നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ ജഡ്ജില്ല. ബട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ മൊത്തം ജഡ്ജ്മെന്റിലാണ് നമ്മളെപ്പോഴും നിൽക്കുക. എന്ത് ചെയ്താലും അതിനെ ജഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. അപ്പം അതുകൊണ്ടാണ് അതിനെ കൂടുതൽ ആൾക്കാർ, കാരണം നമുക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനോ എന്താണ് അതിൻ്റെ റിയൽ ഫാക്ട്, അല്ലെങ്കിൽ ഇനി ഒരു കുറച്ച് കാര്യം നമ്മൾ പറഞ്ഞ് തെറ്റിപ്പോയിക്കോട്ടെ, എന്നാൽ പോലും എന്നാൽ അതിനെ കുറച്ച് നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ് തെറ്റിപ്പോവുകയാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു മൈൻഡ് സെറ്റ് സമൂഹത്തിൽ വരേണ്ടതാണ് എന്ന് തോന്നാറില്ലേ? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ? വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈലിനകത്ത് ഒരുപാട് രീതിയിൽ എൻ്റെ വീട്ടിലൊക്കെ നിങ്ങളെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, അമ്മയും വൈഫും ഒക്കെ. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ തന്നെ അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ആ കാര്യങ്ങൾ വേഗം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കണ്ടിന്യൂ ചെയ്യുക ആ ഒരു പ്രോസസ്സ്. അതൊരു വലിയൊരു വിജയമായിട്ട് മാറട്ടെ. ഇപ്പം തന്നെ എനിക്കറിയാം ഏകദേശം 100 ഫോളോവേഴ്സിന് മേലെ അല്ലെ 100K ഫോളോവേഴ്സിന് മേലെ ഉണ്ട്. ഇപ്പോൾ തന്നെ വളരെ സജീവമായിട്ട് പോകട്ടെ. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം അങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളിലും കൂടെ സംസാരിക്കാം. എനിക്ക് ഡോക്ടറിൻ്റെ മറ്റൊരു കാര്യങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഫഷൻ ശരിക്കും വളരെ ഹാപ്പി ആയിട്ട് തന്നെ ചൂസ് ചെയ്തിരിക്കുന്നതാണോ? വളരെ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു, എനിക്കിഷ്ടമാണ് ഇങ്ങനെ ആളുകൾക്ക് സെർവ് ചെയ്യാനും അവരൊരു ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല അതെനിക്ക് നമ്മളെ ക്രൂസ് തന്നെ നമുക്ക് ഇന്ന് അറിയാം. ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് ഏകദേശം ഒരു 3 to 4 hours ലേറ്റ് ആയിട്ടാണ് നമ്മളിതിൽ ഷൂട്ട് തന്നെ ചെയ്യുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്താണ്. അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ എപ്പോഴും അവർക്ക് അങ്ങനെ ഒരു നമ്മൾക്ക് മറ്റൊരു ജോബ് പോലെ ഒരു ടൈം അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും ഒരു പേഷ്യൻ്റ് അവരുടെ മുമ്പിലുണ്ട്, ആ പേഷ്യൻ്റിനായിരിക്കും അവർക്ക് ഫസ്റ്റ് കൊടുക്കുക. അതിൻ്റെ പ്രയോറിറ്റി കഴിഞ്ഞിട്ടേ അവർ മറ്റൊന്നും. അപ്പം ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു രീതിയിലുള്ള ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് വന്നിട്ടുമില്ല. നമ്മളതിനെ വളരെ കൂളായിട്ട് തന്നെ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം നമുക്കത് മനസ്സിലായിട്ടുണ്ട് നിങ്ങളത് എങ്ങനെയാണത് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഇപ്പം ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വളരെ ടച്ച് ആയിട്ടുള്ള ഫീൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറയാൻ വേണ്ടി പറ്റുമോ? ടച്ച് ആയിട്ട് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിലവിലത് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. മിഥുൻ എന്നാണ് പേഷ്യൻ്റെ പേര്. അപ്പോൾ ആ പേഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാൾ തൊട്ടിട്ടേ സ്കിൻ അലർജി എഫക്റ്റ് ചെയ്തിട്ട് വന്നൊരു പേഴ്സണാണ്. അപ്പോൾ അമ്മയുടെ മുലപ്പാൽ കുടിച്ചാൽ പോലും ഛർദ്ദിക്കുന്നൊരവസ്ഥയുള്ള അത്രയും സിവിയറായിട്ട് സ്കിൻ അലർജി വന്നിട്ടുള്ളൊരു പേഷ്യൻ്റാണ്.
അപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടമായത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഡ്രീം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു ഈ ഒരു സ്കിൻ ഡിസീസ് കാരണം. ഭയങ്കര നല്ലൊരു ഡാൻസറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഡ്രീമിനെ കംപ്ലീറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു ആ പുള്ളിക്കാരൻ്റെ ഓരോരോ സങ്കടങ്ങൾ നമ്മോട് പറയുമ്പോൾ നമുക്കത് ഉള്ളിൽ ഭയങ്കര ടച്ച് ചെയ്യും. കാരണം അത്രത്തോളൊരു ഒന്നും ചെയ്യാതെ ഒരു റീസണും ഇല്ലാതെ തന്നെ സ്വയം അത് ശരീരം ഒട്ടാകെ ഒരു സ്കിൻ അലർജി വന്നിട്ട് എവിടെയും പോകാനും പറ്റുന്നില്ല, പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആളുകളോട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാലും ആളുകളുടെ ഓരോരുത്തരുടെ കോമൺ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ കംപ്ലീറ്റ്ലി സ്കിന്ന് അലർജി ആയിട്ട് മെയിൽ സ്കിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഏറ്റവും 35 വയസ്സായി. പുള്ളിക്കാരന് ഭയങ്കര ആഗ്രഹിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് മാറി, ഇത്ര വർഷമായിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയോ ആരൊക്കെയോ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് എത്തിയത്. അപ്പോൾ ആ പേഴ്സൻ്റെ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായി പോയി. കാരണം എത്ര വർഷമായി ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം അവരോട് പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾക്ക് ഈ ഒരു അസുഖം വന്നതിൻ്റെ കാരണത്തിന് നമ്മൾ ആദ്യം ബ്ലഡിലൂടെ കണ്ടെത്താം. നമ്മൾ ആ മരുന്ന് ഈ മരുന്ന് എന്ന് പറഞ്ഞ് തന്നിട്ട് കാര്യമില്ലല്ലോ. ഓരോ അസുഖം നമ്മൾ ചികിത്സിക്കുമ്പോഴും അപ്പോൾ ഒരു ഇതൊക്കെ ഭയങ്കര ക്രോണിക് കണ്ടീഷനാണ്. അപ്പോൾ ഇത്ര ക്രോണിക് കണ്ടീഷൻ ആണെങ്കിൽ പോലും നമ്മൾ ആ ഒരു അസുഖം വന്നത് എങ്ങനെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു അസുഖം മാറ്റാൻ പറ്റൂ എന്നുള്ളത് ഞാൻ പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളി കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പക്ഷെ പുള്ളി മെൻ്റലി ഭയങ്കര എല്ലാത്തിനോടും സാഹചര്യങ്ങളോടും എങ്ങനെയും ഞാനത് ഫൈറ്റ് ചെയ്യും, ഞാൻ ആ ഒരു അസുഖം എങ്ങനെയായാലും ഞാൻ മെൻ്റലി ആയാലും ഞാൻ അത് ഓക്കെ ആക്കും എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയുടെ ബ്ലഡ് ടെസ്റ്റ് ഞാൻ നോക്കിയപ്പം അലർജി IgE എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി 20,000 എബോ. അതൊക്കെ ഭയങ്കര റയർ കേസസാണ്. യൂഷ്വലി അതൊരു 1,000 2,000 ആവുന്നതൊക്കെ ഓക്കെ. ഇത് 20,000 എബോ വന്നിരിക്കുക. അത്രത്തോളം പുള്ളിയുടെ ഗട്ട് കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുഡ് കഴിച്ചപ്പോൾ അതിനോട് കംപ്ലീറ്റ് റിയാക്ഷൻ ഉണ്ടാവും. ഒന്ന് ആഗ്രഹിച്ചിട്ട് ഇതുവരെ മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്ന പേഴ്സണാണ്. ഒരു ടൈം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് വെയിറ്റ് ലോസ് ആയി, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ആ പുള്ളിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി, അവരുടെ എവിടെയാണ് ഇവരുടെ റൂട്ട് കോസ് മനസ്സിലാക്കി അത് ട്രീറ്റ് ചെയ്ത് ഇപ്പം ഒരുപാട് ബെറ്ററായി. പുള്ളി ഒരുപാട് വർഷത്തിന് ശേഷം നല്ല നല്ല ഫുഡുകൾ ഇപ്പൊ കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒരു പേഴ്സൺ ഇത്രത്തോളം ഒരുപാട് വർഷത്തിന് ശേഷം ഇത്രയും മാറ്റം വരുമ്പം അവർ മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റുന്നതെന്ന് അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും അത് നിങ്ങൾ ഇപ്പോൾ ഡോക്ടർ സംസാരിക്കുന്നതിനകത്ത് തന്നെ ഉണ്ട് അതിനകത്ത് എത്രമാത്രം നിങ്ങൾ അതിനെ ഫീൽ ചെയ്തിട്ടാണ് ആ ഒരു പേഷ്യൻറ്റിന് നിങ്ങൾ കെയർ ചെയ്യുന്നതെന്നുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് കുറേ വർഷങ്ങൾക്ക് ശേഷം കഴിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ മാറ്റാണ്. അതെ അതൊരു നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റിയെന്നുള്ളത് അതെ നിങ്ങൾക്കുള്ളൊരു എൻ്റെ സന്തോഷമാണ്. അത് ആക്ച്വലി സക്സസിനേക്കാളും ഞാൻ പറയുന്നത് എൻ്റെ ഒരു എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ്. ഉറപ്പായിട്ടും ഇപ്പം നിങ്ങൾ പറഞ്ഞതിനകത്ത് തന്നെ ശരിക്കും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഷോയിൽ ഞാൻ എപ്പോഴും വരുന്ന ഗസ്റ്റിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് ശരിക്കും നിങ്ങൾ സക്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം എൻ്റെ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്കുള്ള ഹാപ്പിനെസ് ആണ് നമ്മുടെ സക്സസ്. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഹാപ്പിനെസ്സിൽ ഇല്ല എങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലും ഒരു കാര്യമില്ല അല്ലേ. വലിയ വണ്ടികളോ കാറോ വീടോ എന്തുണ്ടെങ്കിലും നമുക്ക് ഹാപ്പിനെസ് ഇല്ലെങ്കിൽ, ഇപ്പം നിങ്ങളത് പറഞ്ഞപ്പം തന്നെ ഡോക്ടറിൻ്റെ ഉള്ളിലുള്ള ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എത്രമാത്രം ഇതിലാണ് എന്നുള്ളത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അവർക്കും പെട്ടെന്ന് തന്നെ റിക്കവർ ആവട്ടെ, നന്നായിട്ട് അവർക്ക് എല്ലാ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും, നല്ലൊരു ഡാൻസറായി മാറട്ടെ. ഓക്കെ, പിന്നീട് ഒരിക്കൽ ചിലപ്പോൾ ഇതേ ഒരു ഷോയിൽ അവരുമായിട്ടിരുന്ന് സംസാരിക്കാനുള്ളൊരു അവസരം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അപ്പം ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങളെ ആ ഒരു ഫീൽ നമുക്ക് എങ്ങനെയാണ് നിങ്ങളത് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി ഒരു അടുത്ത കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ ഒരു പ്രൊഫഷൻ തുടങ്ങിയിട്ട് എത്ര നാളായി ശരിക്കും ഡോക്ടറായിട്ട്? 3 years കഴിഞ്ഞു. 3 years മേലെയായി. അതല്ലേ, ഏകദേശം എത്ര പേഷ്യൻറ്റിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ? എനിക്കറിയാം, കാരണം നിങ്ങൾ ഇപ്പോൾ 1-2 സെന്റേഴ്സുകൾ അല്ലേ, ഒന്ന് കൂത്തുപറമ്പും പിന്നെ നമ്മുടെ പയ്യന്നൂർ അല്ലേ. പയ്യന്നൂർ ഇപ്പൊ റീസെന്റ് അല്ലേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? 1 year കഴിഞ്ഞു. കൂത്തുപറമ്പ് 3 years കഴിഞ്ഞു അല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ? ഫാമിലി മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡാണ്. ഞാനെന്നൊരു വ്യക്തി
ഞാൻ വളരെ ഒരു ഇൻട്രോവേർട്ടാണ്. എന്താ വെച്ചാൽ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടില്ല, ഒന്നിലും ഇടപെടില്ല. ഞാൻ അങ്ങനെ ഒരു മൂലക്കിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നെ ഇത്രത്തോളം എൻ്റെ കരിയറിനെ സക്സസ്ഫുൾ ആക്കി മാറ്റി തന്നെ എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ എനിക്ക് അത്രത്തോളം റെസ്പെക്റ്റാണ്, അത്രത്തോളം പുള്ളി ഇല്ലാതെ ഞാനില്ല എന്ന് പറയുന്ന ഒരു ഇതാണ്. അത്രയും എന്നെ ഒരു ലെവലിലേക്ക് ആക്കി എന്നെ 4 ആളുകള് ഇപ്പോൾ നമ്മളൊരു ക്രൗഡ് പോയി കഴിഞ്ഞാൽ ഒരു 1-2 പേരെങ്കിലും എന്നെ കണ്ടേ ഡോക്ടർ ആഷിനിയല്ലേ എന്ന് ചോദിക്കാൻ പാകത്തിന് ആക്കി തന്നത് പുള്ളിയാണ്. അതേപോലെ എനിക്കൊരു മോളുണ്ട്. എൻ്റെ ഫാമിലി സപ്പോർട്ട്, എൻ്റെ അച്ഛനമ്മ എന്നെ പഠിപ്പിച്ച് ഇത്രയും നല്ലൊരു നിലയിലാക്കി തന്ന എൻ്റെ അച്ഛനും അമ്മയും, ഇവരൊക്കെ എല്ലാവരും എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അല്ലേ, ഇപ്പോൾ നിങ്ങളൊരു പ്രത്യേകിച്ചൊരു വുമണാണ്. ഇന്നത്തെ കാലത്ത് വളരെ ഉയർന്നു കേൾക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വുമൻ്റെ വോയിസ്. അവർ എൻ്റർപ്രണർ ആവുക, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുക. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവട്ടെ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പം നമുക്കിനി നിങ്ങളുടെ ഹോബീസൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. എന്താണ് നിങ്ങൾ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഡാൻസും പാട്ടൊക്കെ ഉണ്ട്. പഠിച്ചിട്ടുണ്ടോ പ്രൊഫഷണലായിട്ട് തന്നെ? പഠിച്ചില്ല. നമ്മൾ അന്നൊരു കാലത്ത് അതിനൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആഗ്രഹം അത്ര അത് ക്ലിയർ ആയിട്ടില്ല. ഇൻബോൺ ഡാൻസർ ആണ്. ചെറുതായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഡാൻസ് പാട്ടൊക്കെ ഉണ്ട്. അതല്ലേ, ഓക്കെ, ഗംഭീരമായിട്ട് പോട്ടെ കാര്യങ്ങൾ. ഇനി വരുന്ന പുതിയ തലമുറയ്ക്ക് അതൊക്കെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. കാരണം ഇപ്പം എല്ലാവർക്കും അങ്ങനെ ഓരോ സ്കിൽസ് ഉണ്ടാവും, ബട്ട് അത് തന്നെ പറ്റണമെന്നില്ലല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പാട്ടുകാരനാണെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വെച്ചാൽ എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല, അതല്ലെങ്കിൽ ഞാൻ ഭയങ്കര പാട്ടുകാരനാകുന്നു. ഓക്കെ, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് പേരെ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷോയിൽ കൂടെ എനിക്കത് ഡോക്ടറിനോട് ചോദിക്കാൻ പറ്റുകയും അതിന് ഡോക്ടർ ആൻസർ ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ, കാരണം ഇത് കാണുന്നത് ചിലപ്പം അവർക്കുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സപ്പോർട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. മൈഗ്രെയിൻ, ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര സങ്കടത്തിൽ വന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മൈഗ്രെയിനാണ്, അതാണ്, ഇതാണ്, ഒരു രക്ഷയില്ല ഒക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള എന്തെങ്കിലും റെമഡീസ് ഉണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യത്തെ പറ്റി പറയാൻ പറ്റുക? ആക്ച്വലി ഇത് റെമഡീസിനേക്കാളും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ മൈഗ്രെയിൻ്റെ കാരണം ഇതെങ്ങനെ വന്നു എന്നുള്ളതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പുറമേ അത് തേക്കുന്നു ഇത് തേക്കുന്നു അതൊന്നും ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല. ആക്ച്വലി മൈഗ്രെയിൻ്റെ ബേസിക് റീസൺ, ഒരു 90% ഓഫ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. നമുക്ക് ഈ നമ്മുടെ വയറിലുണ്ടാവുന്ന അസിഡിറ്റി പ്രോബ്ലംസ് ആണ് നമുക്ക് മൈഗ്രെയിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ കിട്ടും ഈ മൈഗ്രെയിൻ വരാൻ കാരണമായ അസിഡിറ്റിയുടെ റൂട്ട് കോസ്. അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ മൈഗ്രെയിനെ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് റിക്കവറി സാധിക്കും. അല്ലാതെ നമ്മൾ പുറമേ നമ്മൾ ബാമ്പ് പരട്ടിയിട്ടോ അല്ലെങ്കിൽ പെയിൻ കില്ലർ എടുത്തിട്ടോ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല. അപ്പോൾ കുറേ പേര് എണ്ണകളൊക്കെ തലയെ തൂത്ത് കഴിഞ്ഞാൽ ഇത് മാറും എന്നൊക്കെ പറയുന്നുണ്ട്. ചില കണ്ടീഷനിൽ ഈ അസിഡിറ്റി അല്ലാത്ത മൈഗ്രെയിൻസ് ഉണ്ട്, വാസ്കുലർ ഹെഡേക്ക്. അതിന് ഈ തലയിൽ നമ്മുടെ മൂർത്തിയിൽ എണ്ണ തേച്ചിട്ടും പിന്നെ ചിലവരിവിടെ പച്ചമരുന്നൊക്കെ തേച്ചിട്ടും അങ്ങനെയൊക്കെ മാറിയെന്ന് കേട്ടിട്ടുണ്ട്. അത് അസിഡിറ്റി റിലേറ്റഡ് അല്ലാത്ത മൈഗ്രെയിന് ചിലപ്പോൾ സൊല്യൂഷൻ കിട്ടാറുണ്ട്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇതിൻ്റെ റൂട്ട് കോസ് കറക്റ്റായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അല്ലേ? അതെ. പിന്നെ ആ ഒരു വ്യക്തിയുടെ കേസ് ഹിസ്റ്ററി കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും, നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മൈഗ്രെയിൻ വന്നത്. അതേപോലെ നമ്മൾ അവർക്ക് അവരുടെ എങ്ങനെ ഡയറ്റ് മോഡിഫൈ ചെയ്ത് കൊടുക്കണം, എങ്ങനെ നിങ്ങൾ ഡയറ്റ് എടുക്കണം ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിക്കും ഒരു പ്രോപ്പർ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ നമുക്ക് കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് അവർക്ക് അതിനുള്ള ഒരു ആശ്വാസമെങ്കിലും കിട്ടുന്ന തരത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റും അല്ലേ? ഒരുപാട്. കാരണം സിംറ്റമാറ്റിക്കലി ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ അവര് ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മൈഗ്രെയിൻ കാരണം ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. കാരണം സഹിക്കാൻ പറ്റുന്നില്ല. 2-3 ദിവസം അടുപ്പിച്ച് 2-3-4 പെയിൻ കില്ലർ എടുത്തിട്ടും രക്ഷയില്ലാത്ത തലവേദന ഉള്ളവരുണ്ട്. പിന്നെ ഛർദി, ബ്ലർ വിഷൻ ആവുക, അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഇമോഷണലി അവരെ കംപ്ലീറ്റ് ഡൗൺ ആക്കും. അതെ. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഇവൻ ഈ ഒരു അല്ലാത്ത സമയം വളരെ ഓക്കെയും ഇതൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് ആളായിട്ടൊക്കെ മാറും. കാരണം അവർക്ക് ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാവും, ജീവിതത്തിൽ തന്നെ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ തന്നെ. അത്രയും ഭയാനകമായ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ മൈഗ്രെയിൻ. പെയിൻ ആർക്കും മനസ്സിലാവില്ല.
അവർ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ്. അതേപോലെ ഈ അലർജിയുടെ കാര്യങ്ങളോ വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ് അലർജി. ഇപ്പോൾ കുഞ്ഞു മക്കൾക്ക് പോലും ജനിച്ച് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അലർജി. ഇപ്പോൾ ഒരുവിധം എല്ലാവരിലും ഞാനിപ്പോൾ ഒരുപാട് അലർജി പേഷ്യൻസിനെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിലേ അലർജി വരാറുള്ളൂ. നമ്മുടെ ശരീരത്തിൽ അലർജി പോസിറ്റീവ് ആവുന്നത് 2 റീസൺ കാരണമാണ്. ഒന്ന്, നമുക്ക് ഇമ്മ്യൂണിറ്റി വളരെ വീക്ക് ആവുന്നതിന്റെ ഭാഗമായിട്ട് അലർജി വരും. അത് കൃത്യമായിട്ട് ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ ഇമ്മ്യൂണിറ്റി എത്രത്തോളം കറക്റ്റ് ആണ് എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റൊരു റീസൺ ആണ് IgE ആന്റിബോഡി റിലേറ്റ് ചെയ്തിട്ടുള്ള അലർജി. അപ്പോൾ അതും ടെസ്റ്റ് ചെയ്ത് അത് എത്രത്തോളം ബ്ലഡിൽ പോസിറ്റീവ് ആണ് നോക്കി IgE ഓറിയന്റഡ് ആയിട്ടുള്ള അലർജി ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മരുന്ന് കൊടുത്ത് അത് ക്ലിയർ അപ്പ് ചെയ്ത് കൊടുക്കുക വേണ്ടത്. പ്ലസ് നല്ലൊരു ഡയറ്റ്. ഈ അലർജി ഉള്ളവർ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർ കഴിക്കുന്ന ഡയറ്റ്. കാരണം ഈ ഡയറ്റിൽ ഒരുപാട് അലർജൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഉണ്ട്. അപ്പോൾ ഈ അലർജൻസ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ അലർജിക് പേഴ്സൺ ഉള്ളവർക്ക് അത് സഡൻ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് തുടർച്ചയായിട്ട് തുമ്മലും മൂക്കൊലിപ്പും ശ്വാസതടസ്സവും ചുമയും ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇവരുടെ ക്രോണിക് ഈ ഒരു ഡിസീസിന് റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴേ അലർജി മാറുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒരു തുമ്മൽ വന്നു കഴിഞ്ഞാൽ തുമ്മൽ മാറാൻ വേണ്ടിയിട്ട് ഒരു ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറ്റമില്ല, കാര്യമില്ല. അപ്പം നാളത്തെ തുമ്മൽ മാറാൻ നാളെ ടാബ്ലറ്റ്, അങ്ങനെ ദിവസങ്ങളോളം ഈ തുമ്മൽ മാറാൻ മാത്രം ടാബ്ലറ്റ് എടുക്കുന്നതിന് പകരം ഈ ഒരു ക്രോണിക് ഡിസീസിൻ്റെ റൂട്ട് കോസിനെ മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും. ആ ഒരു അലർജിക് പേഴ്സൺ എപ്പോഴും ന്യൂട്രീഷണലി ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അവരുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ന്യൂട്രീഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ആ ന്യൂട്രീഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് അവരുടെ ഇമ്മ്യൂണിറ്റീനെയൊക്കെ കറക്റ്റ് ചെയ്ത് ഡയറ്റ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അലർജി ശരിക്കും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതെ. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ള ഡോക്ടറിൻ്റെ അടുത്ത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇപ്പം നമുക്കൊരു ഇങ്ങനത്തെ എന്തെങ്കിലും തരത്തിലായിക്കോട്ടെ, അലർജിയോ മൈഗ്രെയിനോ അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള ലൈഫ് സ്റ്റൈലായിട്ടുള്ള ഇങ്ങനെയൊരു ആൾ നമ്മുടെ ആഷ്നാസ് ക്ലിനിക്കിലോട്ട് വരുന്നു. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ആഷ്നാസ് ക്ലിനിക്കിലോട്ട് വരുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എങ്ങനെയാണ് നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തുമാത്രം ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അവിടെ അവൈലബിലിറ്റി ഉണ്ട്? എങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രോസസ്സും പ്രൊസീജിയറൊക്കെ? ആക്ച്വലി നമുക്ക് ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. ഒരു 5 ഡോക്ടേഴ്സ് നിലവിൽ നമുക്ക് ടീം ഡോക്ടേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ എത്ര ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയും. അവർ ചൂസ് ചെയ്യും ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് എന്നുള്ളത്. പിന്നെ ആ ഒരു വ്യക്തി നമ്മുടെ കൺസൾട്ടേഷൻ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു കണ്ടീഷൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ അവരെ ഹെൽത്ത് ഒന്ന് വെരിഫൈ ചെയ്യും. അവരും അവരുടെ ലൈഫ് സ്റ്റൈൽ വെരിഫൈ ചെയ്യും. ആ ഒരു വ്യക്തി എങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നുള്ളത് വെരിഫൈ ചെയ്യും. അപ്പോൾ അതിന്റെ ബേസിക്കലി ആയിരിക്കും നമ്മൾ ഫർദർ നമ്മൾ ട്രീറ്റ്മെന്റ് മൂവ്. നമ്മൾ വെറുതെ മരുന്ന് കൊടുക്കലല്ല, അതെ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഡയറ്റും അവരുടെ സ്ലീപ്പ് പാറ്റേണും അവരുടെ ബവൽ മൂവ്മെന്റും അവരുടെ ഗട്ട് റിലേറ്റഡ് അവരെ എല്ലാം ചോദിച്ച് ആ ഒരു വ്യക്തി എന്താന്നുള്ളത് അവരെ മെന്റലിയും പ്രോപ്പർ ആയിട്ട് അനാലിസിസ് ചെയ്യും. അല്ലാതെ എനിക്ക് എൻ്റെ കൺസൾട്ടേഷൻ എനിക്ക് തൃപ്തിയാവില്ല. ഒരു വ്യക്തിനെ മനസ്സിലാവാതെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എനിക്കും തൃപ്തിയാവില്ല. ഞാൻ തൃപ്തിയില്ലാതെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻസിനും റിക്കവറി ഉണ്ടാവില്ല. ആ പേഷ്യന്റ് എന്താന്നുള്ളത് മനസ്സിലാക്കി പിന്നെ ആ ഒരു പേഷ്യന്റിന്റെ ഉള്ളിൽ എന്തെങ്കിലും സിസ്റ്റമാറ്റിക്കലി ഇന്റേണലി ഒക്കെ കണ്ടെത്തി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് രീതി. അതായത് കൃത്യമായ ഒരു അനലൈസിസ് നടത്തി അവരുടെ എന്താണ് അവർക്ക് വേണ്ടത്, എന്താണ് അവരുടെ പ്രോബ്ലം നിങ്ങൾ കൃത്യമായി സയൻറ്റിഫിക് ആയിട്ട് തന്നെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അല്ലേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുക. ഓക്കെ, ഗ്രേറ്റ്. കാരണം ഇത് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ്. കാരണം നമ്മളവിടെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഇവിടെ വരുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിന് ശേഷം എങ്ങനെയായിരിക്കാം ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നീട്? ഫസ്റ്റ് നമ്മളിപ്പം ഞാൻ നല്ല ടൈം എടുത്തിട്ട് ഒരു പേഷ്യൻസിന് കൺസൾട്ടേഷൻ എടുക്കുള്ളൂ. നമ്മളിപ്പോൾ 1-2 മിനിറ്റ് എന്താ കണ്ടീഷൻ, എന്നാ മരുന്ന് 2 വീക്ക് കഴിഞ്ഞിട്ടോ ആ ഒരു പരിപാടി ഞാൻ ചെയ്യലില്ല. ഞാൻ ടൈം എടുത്ത് എന്തായാലും ഒരു 10 മിനിറ്റ് എന്തായാലും ഒരു പേഷ്യന്റിന് ഞാൻ ടൈം എടുക്കും. കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു 2 വീക്കിലേക്കുള്ള മരുന്ന് ആദ്യം സ്റ്റാർട്ടപ്പ് ചെയ്യും. പിന്നെ അവർ ബ്ലഡ് റിപ്പോർട്ടൊക്കെ ആയിട്ട് വന്ന് കറക്റ്റ് അത് വെരിഫൈ ചെയ്ത് ആ ഒരു ക്രോണിക് ആയിട്ടുള്ള ഡിസീസാണ് എൻ്റെ ക്ലിനിക്കിൽ അത്യാവശ്യം വരുന്നത്. ഒന്നും ടെമ്പററി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻസും എനിക്ക് വരാറില്ല. ഒരുവിധം എല്ലാ ഹോസ്പിറ്റലിലും
കണ്ണൂർ ജില്ല എല്ലാവരും കാണിച്ചു, മടിപ്പാലിൽ പോയി, മംഗലാപുരം പോയി കാണിച്ചു, ഇനി എവിടെയും ബാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുറെ പേഷ്യൻസ് ഉണ്ട് എനിക്ക്. അതൊക്കെ ഒരുപാട് നാള് മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുന്ന ഫോളോ അപ്പ് ആയിരിക്കും എനിക്ക് ഒരു 2 ആഴ്ച കൊണ്ട് മാറുന്ന അസുഖങ്ങളോ അങ്ങനെ വളരെ കുറവാ. ടെമ്പററി ആയിട്ട് വരുന്നതൊക്കെ അലോപ്പതി ആയിട്ടല്ലേ പോകും. പെട്ടെന്ന് മാറാനുള്ള അസുഖങ്ങളൊക്കെ അലോപ്പതി ആയിട്ട് പോകുള്ളൂ. ഞാൻ വെൽനസ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. എനിക്ക് വരുന്നത് ക്രോണിക് ലൈഫ് സ്റ്റൈൽ ഡിസീസാ. അത് അറ്റ്ലീസ്റ്റ് കുറച്ച് നാളോളം കൊണ്ടുപോയി അവരെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കുറച്ച് നാൾ ഫോളോ അപ്പ് എന്തായാലും ഉണ്ടായിരിക്കും. വേണം. അങ്ങനെയാണ് അതിനെ കറക്ഷൻ ചെയ്തെടുക്കുക അല്ലേ? ശരിക്കും വെൽനസ് അതിലോട്ട് നമ്മൾ രോഗം വരുന്നതിന് മുൻപേ തന്നെ, അല്ലെങ്കിൽ വന്ന് കുളമായി ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലോട്ടും അല്ലേ, 2 തരത്തിലും വേണം വെൽനസിന് പറയാം അല്ലേ. ഒന്നുകിൽ നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടി ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളതിൻ്റെ ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിലാണ് കൂടുതൽ ആൾക്കാരും ഇതിലോട്ട് വരിക. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റിയുള്ള ഇതിൻ്റെ അറിവുണ്ടല്ലോ, ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് സാധാരണ ആൾക്കാർക്ക് അത്ര ഇത് വരുന്നുണ്ട്, അറിയില്ല എന്നല്ല പറയുന്നത്. ബട്ട് അത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മളെപ്പോലുള്ളവർ ചോദിക്കുന്നത്. അത് മറ്റുള്ളവർക്കും കൂടെ അതിൻ്റെ ഒരു എങ്ങനെയാണ് നിങ്ങളുടെ ക്ലിനിക്കിൻ്റെ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. അതെന്തായാലും ഒരുപാട് പേർക്ക് അത് സപ്പോർട്ടാവും. കാരണം അവർക്ക് മനസ്സിലാവണം എങ്ങനെയാണ് നിങ്ങളുടെ ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നേരെ പോയിട്ട് വേഗം മരുന്നെടുത്ത് തരുവാണോ, അല്ലെങ്കിൽ ചെന്നപാട് തന്നെ ഇത് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ അസുഖവും മാറുവാണോ അല്ലേ? അപ്പോൾ അതെന്തായാലും നന്നായി കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന്. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, എന്താണ് അടുത്ത പദ്ധതികളൊക്കെ, പുതിയ പദ്ധതികളൊക്കെ? 2 ക്ലിനിക്കായിട്ടുണ്ട്. പുതിയ പദ്ധതികളൊക്കെ എന്തൊക്കെയാണ്? പുതിയ പദ്ധതികൾ എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിനെ കുറച്ചും കൂടെ നല്ല രീതിയിലൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള. ഞാനും എൻ്റെ ഹസ്ബൻഡും അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഓരോ ക്ലിനിക്സ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിലവിൽ കോസ്മെറ്റോളജി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പ്ലാനിങ് എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്ക് ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്യണം. ആളുകളുടെ സ്കിന്നിന് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളത്. അതെ. ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ട്രെൻഡിങ്ങും കൂടിയാണല്ലേ അത്. ഈ ബ്യൂട്ടീഷ്യൻ അല്ലേ, നമ്മൾക്ക് ആൾക്കാർ കൂടുതൽ നമ്മുടെ ബ്യൂട്ടി കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുന്ന. പക്ഷേ ഈ ബ്യൂട്ടി കോൺഷ്യസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് നമ്മുടെ അൺഹെൽത്തി പാറ്റേൺ കൊണ്ട് നമ്മളെ നല്ല ബ്യൂട്ടിഫുൾ സ്കിന്നിനെ നമ്മൾ നശിപ്പിക്കുന്നുണ്ട്. ആ സ്കിന്നിനെ തിരിച്ചു കൊണ്ടുവരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ അതിനൊരിക്കലും ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡാണ്, ട്രെൻഡിയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഹെയർ ലോസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ? അതെ. നമ്മുടെ ഒരു ഹെയർ എന്ന് പറയുന്നത് ഒരുപാട് മിനറൽസും ന്യൂട്രീഷൻസും ഒക്കെ ഡേ ബൈ ഡേ നമ്മളെ മുടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരുന്നൊരു കാര്യമാണ് ഹെയർ. ഒരു ഹെയർ ലോസ് മേ ബി ഹോർമോണൽ ആവാം, ചിലപ്പം ഈ പറയുന്ന ന്യൂട്രീഷണൽ ഇമ്പാക്റ്റ് ആവാം, ചിലപ്പം സ്ട്രെസ് ആവാം. ഇതൊക്കെ ഒരു ഫാക്ടറാണ്. ഇനിയൊരു കാര്യം ചോദിക്കട്ടെ, ഇത് വളരെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഡോക്ടർ എന്തായാലും നോക്കാം. ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ ഈ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ അതല്ലേ? വെരി ഗുഡ്. എപ്പോഴും ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷെ ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നു ഡോക്ടർ ഇതിനകത്ത് തോക്കും. അതല്ലേ? അപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കോൺഫിഡൻസ് നല്ലതാണ്. ഇതൊരു മത്സര ക്വസ്റ്റ്യനോ ക്യൂസ് അല്ല എന്നിരുന്നാൽ കൂടെ പറയാം. എൻ്റെ തല കണ്ടോ? ഈ തലയിൽ നിങ്ങൾക്ക് മുടി വരുത്താൻ വേണ്ടി പറ്റുമോ? ഈ ബാൾനെസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ബാൾഡ് ആയിരിക്കുന്ന കഷണ്ടി ശരിക്കും റിസ്ക് ആണ് അല്ലേ? അത് എന്നാൽ പോലും നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ പോലും കംപ്ലീറ്റ്ലി ആവാൻ ശരിക്കും ഈ ബാൾഡ്നെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? എനിക്കോ വന്നുപോയി, ഇനി വരാതിരിക്കാനുള്ളവർക്കും കൂടെ കിട്ടിക്കോട്ടെ. എന്താണ് ശരിക്കും അതിൻ്റെ ഒരു റൂട്ട് കോസ് വരിക? ബേസിക്കലി ഇതൊരു ജനറ്റിക് ആണ്, മോർ ഓഫ്. പക്ഷെ എൻ്റെ വീട്ടിൽ ആർക്കും ബാൾഡ്നെസ് ഇല്ല. മേ ബി ഹിസ്റ്ററിയിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടായിരിക്കാം. ഡയറക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ മേ ബി ജനറ്റിക്കലി ഉണ്ടായിരിക്കാം. മോർ ഓഫ് ജനറ്റിക് ആണെങ്കിൽ പോലും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇതിൽ ബേസിക്കലി ഒരു കാരണമാണ്. നമ്മൾ ഒരു +2 കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10th ആകുമ്പോഴേക്കും നമുക്ക് സ്ട്രെസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ലൈഫിൽ പാരൻസിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് സ്ട്രെസ് സ്റ്റാർട്ട് ചെയ്യും. അത് കുട്ടികളിലേക്ക് ഉണ്ടാക്കുന്ന സ്ട്രെസ് ഇതുപോലെ ഫർദർ ആയിട്ട് നമുക്ക് ഗ്രാജുവലി +2 10th കഴിഞ്ഞ് +2 ഉണ്ടാവുന്ന അടുത്ത പ്രഷർ, അത് കഴിഞ്ഞിട്ട് ജോലി, നമ്മൾ അടുത്ത ഗ്രാജുവേഷന് വേണ്ടിയിട്ടുള്ള അടുത്ത സ്ട്രെസ്, അത് കഴിഞ്ഞ് ജോലിയിലേക്ക് കയറുന്ന സ്ട്രെസ്. ഈ സ്ട്രെസ് കൊണ്ട് മാത്രം കഷണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് മാനേജ്മെന്റ് ആണ് ഇതിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഏർലി നമുക്ക് കഷണ്ടി വരാൻ സാധ്യതയുള്ളൊരു, നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ, നമ്മളെ ഈ നെറ്റ് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ കഷണ്ടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്.
നമ്മുടെ ഹെൽത്തിനെ അങ്ങ് കറക്റ്റ് ചെയ്യാം. ഫസ്റ്റ് കാര്യം അതാണ്. നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാനുള്ള പരിപാടി മൊത്തം ചെയ്യാം. യോഗ, എക്സസൈസ്, ജിമ്മ്, നല്ലൊരു ഡയറ്റ് പാറ്റേൺ, നല്ലൊരു ഡയറ്ററി മാനേജ്മെന്റ്, സ്ലീപ്പിംഗ്, മെയിൻ ആയിട്ട് അതാണ് സ്ലീപ്പ്. നമ്മള് അതെനിക്ക് നന്നായിട്ട് അതിൻ്റെ ഇതുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ലേറ്റ് നൈറ്റ് ചിലപ്പം 12 to 1 o'clock ഒക്കെ വരെ ഞാൻ ഇരിക്കാറുണ്ട്. ഈ ഡിസൈനിങ് ഒക്കെ വരുമ്പം ആ ഒരു ടൈമിലോട്ട് ഇത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കും. കാരണം അന്നേരം കുറച്ചും കൂടെ കാമാവും, അന്നേരം നമുക്ക് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റായിട്ട് ഇത് വരാൻ വേണ്ടിയിട്ട്. ബട്ട് അത് ബ്രൈറ്റ് വന്ന് തല ഫുള്ള് ബ്രൈറ്റ് ആയി പോയി. അല്ലെങ്കിൽ നമുക്ക് 50 വയസ്സിൽ വരേണ്ട കഷണ്ടി ആണെങ്കിൽ ഒരു 30 വയസ്സാകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും. അതെ അതെ അതെ. അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യാണ്ട് അവസാനം കഷണ്ടിയായിട്ട് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെന്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഉറപ്പായിട്ടും ചെയ്തോളുക അല്ലേ? സ്ട്രെസ് മാനേജ്മെന്റ് വലിയൊരു ഘടകമാണല്ലേ. പിന്നെ മറ്റേ നമ്മൾ എന്തെങ്കിലും പിന്നെ ഒന്ന് ജനറ്റിക് ആണല്ലേ വരുന്നത്. ജനറ്റിക്കലി ഉള്ളത് കറക്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണ്. കാരണം ഓൾറെഡി നമ്മുടെ DNA അത് ഫീഡ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് എന്നാൽ പോലും നമുക്ക് കുറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മുടെ ഇപ്പം നമുക്കിപ്പം നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഈ പ്രോട്ടീൻ ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു omega-3 സപ്ലിമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ സിങ്ക് സപ്ലിമെന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ കുറച്ച് നമ്മൾ ഫുഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡയറ്ററി സപ്ലിമെന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ പോലും നമ്മുടെ ലിവറിനോ കിഡ്നിക്കോ പ്രോബ്ലം ഒന്നും വരില്ല. നമ്മളെ ഹെയറിന് അതൊരു സപ്പോർട്ടിങ്ങും ആയിരിക്കും. അത് ഈ ഫുഡിൽ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഈ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൈജഷൻ പ്രോപ്പർ അല്ലാത്തവർക്ക് ഇത് കഴിച്ചാലും ബോഡിയിൽ അബ്സോർബ് ആവില്ല. അന്നേരം ഡയറ്ററി സപ്ലിമെന്റ് മാനേജ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് നമുക്ക് സ്റ്റേബിൾ ആക്കി കൊണ്ടാവും. ഇനി ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ അല്ല, അത് എല്ലാവർക്കും ഏറ്റവും അറിയാൻ, എല്ലാവരും പ്ലാൻ ചെയ്യും. ഇപ്പം നമ്മൾ ന്യൂ ഇയർ ഒക്കെ വരാൻ പറ്റുവാണ്. ആ ഫസ്റ്റ് മന്തിൽ എല്ലാവരും പ്ലാനിങ് ഉണ്ടാവും. നമ്മൾ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുക. ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ പ്ലാനിങ് ഉണ്ട്. ജനുവരി ആണല്ലോ ഈ മാസത്തിൻ്റെ പ്ലാനിങ്. അതെ. അപ്പം അതിനെക്കുറിച്ച് എന്താണ് ശരിക്കും, എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റാക്കണമെങ്കിൽ ഈ ഒരു ആരോഗ്യ സംരക്ഷണം, അല്ലെങ്കിൽ ഈ എക്സസൈസ് എന്തുമാത്രം പ്രാധാന്യമുണ്ട് അതിന്? നമ്മളൊരു ശരിക്കും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അതെ. ആദ്യത്തെ 1 വീക്കേ ഉണ്ടാവുള്ളൂ. പിന്നെ അതങ്ങ് പോകും. അതിപ്പം പറയുന്ന എല്ലാവരും അതെ. അത് വെച്ചാൽ നമ്മുടെ മടി, നമ്മൾ ഒന്നിനും നമ്മുടെ ഹെൽത്തിന് തീരെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നില്ല. എന്ന് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. നല്ല കൃത്യമായിട്ട് പിന്നെ ഫോളോ ചെയ്ത് അവർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അവർ ഹെൽത്തിനെ കുറിച്ച്, അവരുടെ ബോഡീനെ കുറിച്ച് അവർ പഠിച്ച് സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് മടി, നമ്മുടെ ഹെൽത്ത് നല്ല ഫിറ്റായിട്ട് ഇരിക്കണമെന്നുള്ളൊരു കോൺഷ്യസ് അല്ല, നമുക്ക് അറിവില്ല. അന്നേരമാണ് നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്, സ്കിപ്പ് ചെയ്തിട്ട് അൺഹെൽത്തി പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. ശരിക്കും നമ്മളെ ബോഡിക്ക് ഒരു ബയോളജിക്കൽ റിതം, ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിലൂടെ മാത്രമേ നമ്മുടെ ബോഡി ഫങ്ഷനബിൾ ആവുള്ളൂ. പക്ഷേ നമ്മൾ ആ ഒരു ബയോളജിക്കൽ റിതം നമ്മുടെ ഫുഡ് വഴി തെറ്റിക്കുന്നു, നമ്മളെ സ്ലീപ്പ് വഴി നമ്മൾ തെറ്റിക്കുന്നു, നമ്മൾ ഫിസിക്കൽ വ്യായാമം ഇല്ലാതിരിക്കുമ്പോൾ അത് തെറ്റുന്നു. കംപ്ലീറ്റ് അൺഹെൽത്ത് ആവും. നമ്മൾ കംപ്ലീറ്റ്ലി അൺഹെൽത്തി ആവും. നമുക്ക് കംപ്ലീറ്റ് രോഗങ്ങൾ വരും. നമ്മൾ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ബോഡീനെ ഇങ്ങനെ ആക്കി മാറ്റണം, ശരിക്കും നമ്മളെ മാറ്റാനുള്ളതല്ലേ ശരിക്കും റെസൊല്യൂഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. എൻ്റെ മൈൻഡിനെ ഞാൻ മാറ്റണം, ഞാൻ ഇങ്ങനെയാവില്ല, എൻ്റെ മൈൻഡ് എനിക്ക് തൊട്ട് ഇങ്ങനെ ആയിരിക്കും, എൻ്റെ ബോഡി ഇങ്ങനെ ആയിരിക്കില്ല, ഫാറ്റ് വേണ്ട, ഞാൻ നല്ല കറക്റ്റ് മസിൽസും ഹെൽത്തി ഫാറ്റുള്ള ബോഡിയാക്കി ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ നമ്മളെ ബോഡീനെ നന്നാക്കാനായിട്ടാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനെ റെസൊല്യൂഷൻസ് എടുക്കുക. പക്ഷെ നമുക്ക് ഒരു പ്രോപ്പറായിട്ടൊരു അറിവ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളത് ഫോളോ ചെയ്യാത്തത്. ഒരു ഡയറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ബോഡിയുടെ ന്യൂട്രീഷൻസ് കറക്റ്റ് ആവും, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് കറക്റ്റ് ആവും, സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിട്ട് നമ്മളെ ബോഡീനെ എഫക്റ്റ് ചെയ്യില്ല. ഹാപ്പി ഹോർമോൺസ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ക്യാൻസേഴ്സ് വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഹെൽത്തി പാറ്റേൺ ഉണ്ടെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യുന്നില്ല. നല്ലൊരു ഡയറ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് നല്ലൊരു വർക്കൗട്ട് ഉണ്ടെങ്കിൽ, നല്ല ഫിസിക്കൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ബോഡിയുടെ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യും. അതുപോലെ നമ്മളെ ബോഡിക്ക് ഈ ഒരു സിസ്റ്റംസ് കറക്റ്റായിട്ട് ഫങ്ഷണബിൾ ആണെങ്കിൽ അതുപോലെ നമ്മളെ ബോഡിക്ക് ബോഡി ഫിറ്റ് ആണ്, നമ്മൾ മെന്റലി ഓക്കെ ആയിരിക്കും, നമ്മൾ മറ്റുള്ളവർ സോഷ്യൽ ബിഹേവിങ് പോലും ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ട് മാറും. നല്ലൊരു നമ്മൾ നമ്മുടെ ബോഡീനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മൾ പോസിറ്റീവ് ആവുള്ളൂ. മറ്റുള്ളവരോട് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുള്ളൂ. ആക്ച്വലി റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എടുക്കാൻ നിൽക്കാം. അതെ, കറക്റ്റാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ
എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ സ്വന്തം മനസ്സിലാക്കി നമ്മൾ കൈകാര്യം ചെയ്യണം എന്നർത്ഥം അല്ലേ? അപ്പം ഞാൻ എന്തായാലും ഈ മാസം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ മാസമല്ല, അടുത്ത വർഷം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കണം. ഓക്കെ, എന്തായാലും അതൊരു വലിയൊരു അഡ്വൈസായിട്ട് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. ഈ ഒരു ടോക്ക് ഷോയ്ക്കകത്തിട്ട് എനിക്ക് കിട്ടിയിരുന്ന ഏറ്റവും വലിയൊരു ടേക്ക് അവേ ആയിട്ട് ഞാൻ അത് എടുക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം മീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ നല്ലൊരു ജിമ്മിനൊക്കെ ആയി മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇനി ഇതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മളിപ്പം രോഗങ്ങളെക്കുറിച്ചും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊന്നും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ബട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉടനീളം കൊണ്ടുപോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉള്ളൊരു ടോക്കാണ് ഇപ്പം ഉള്ളത്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ് എനിക്ക് കുറച്ച് കണ്ടറിയേണ്ടത്. അതാണ് എൻ്റെ ഒരു ഷോയുടെ ഒരു പ്രത്യേകത. അപ്പം ഡോക്ടറിനോട് ആ ഒരു തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു റിതം നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്, ഫാമിലിയിലും ലൈഫും പ്രൊഫഷനും ഒക്കെ എങ്ങനെ അതിനൊരു റിതമാറ്റിക് ആക്കി കൊണ്ടുപോകുന്നു? റിതമാറ്റിക് ആക്കുക എന്ന് പറയുന്നതിനേക്കാളും ഇതൊരു റിതമായി പോവാണോ, അത് പോവാണോ? ഇഷ്ടത്തോടെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഇപ്പോൾ എനിക്ക് മോളുണ്ട്, മോള് കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ വീട്ടുകാർ മോളെ കാര്യങ്ങൾ നോക്കുന്നു. നേരെ ഞാൻ എൻ്റെ ക്ലിനിക്കിലേക്ക്, പിന്നെ ക്ലിനിക് ലൈഫാണ് എനിക്ക്. രാവിലെ തൊട്ടിട്ട് നൈറ്റ് വരെ എൻ്റെ ക്ലിനിക് ലൈഫാണ്. പിന്നെ അവിടെയുള്ളത് പേഷ്യൻസും ഞാനും. പേഷ്യൻസിൻ്റെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ മൊത്തം പറയുന്നു, കേൾക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ലൈഫ്. ഇങ്ങനെ കൂടുതലും നിങ്ങൾ അതിനകത്തൊരു ഇൻവോൾവ് മൊത്തം എൻ്റെ കാഴ്ചപ്പാട് ലൈഫിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും, ഇതിപ്പോൾ എല്ലാവരും സ്ട്രെസ്ഫുൾ ലൈഫിലാണ്. ഞാനടക്കം ഒരുപാട് സ്ട്രെസ്ഫുൾ ലൈഫിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളെ ലൈഫ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്ഫുൾ ആണെങ്കിൽ പോലും ആ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ഹാപ്പി ആയിട്ട് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെസ് അങ്ങ് ഒഴിവാകും. അത് നമുക്ക് ഒരുപാട് ഫർദർ മൂവ് ഓൺ ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ സ്ട്രെസ് പേഷ്യൻസിനോട് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേഷ്യൻസിന്റെ കണ്ടീഷൻ പിന്നെയും വഷളാവത്തേ ഉള്ളൂ, അല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്നത് ഇഷ്ടത്തോടെ നമ്മളത് കണ്ടറിഞ്ഞ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യുവാണെങ്കിൽ നമ്മളെ ലൈഫ് ഓക്കെയാണ്. എന്നാലേ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. നമ്മള് ചെയ്യുന്നത് മനസ്സറിഞ്ഞ് ചെയ്യാം. അങ്ങനെയാകുമ്പം നമ്മൾക്ക് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റും. എല്ലാം മൂവ് ചെയ്യും, മാത്രമല്ല എല്ലാ ഹാപ്പിനെസ്സും നമ്മുടെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതെ, നമ്മൾ കാരണം മറ്റുള്ളവരെ സന്തോഷിക്കുകയാണ്, അതല്ലേ നമ്മുടെ സന്തോഷം. അതെ. ഒത്തിരി വലിയ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ അത്. ഒരുപാട് പേര് മറന്നു പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഹാപ്പിനെസ് ആയിട്ട് ചെയ്യുക. സൂപ്പർ. ഓക്കെ, അപ്പോൾ നമ്മളെ ഇൻ്റർവ്യൂയുടെ അല്ലെങ്കിൽ ഈ സംഭാഷണത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് എത്തുകയാണ്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, എനിക്ക് തോന്നുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും തോന്നുന്നു. കാരണം വെച്ചാൽ ഞാൻ ഡോക്ടറുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇവർ വന്നിട്ട് എനിക്ക് അഷ്ന ഡോക്ടറിനെ തന്നെ കാണണം എന്ന് പറയാറില്ലേ? അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് അതേപോലെ തന്നെ അതേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെയല്ലേ അവിടെ നിങ്ങൾക്ക് മറ്റുള്ള ഡോക്ടേഴ്സും അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കണം. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നതാണ്, തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തണം. അതായത് ഈ ഒരു വീഡിയോസ് അത് നിങ്ങളുടെ ആ സ്കില്ലിൽ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുന്നു. അത് കണ്ട് നിങ്ങളവിടെ വരുന്ന ആൾക്കാർ അതേ ഒരു ഇത് തന്നെയാണ് നമുക്ക് അവിടുന്ന് എല്ലായിടത്തും തന്നെ കിട്ടുക, അല്ലെ? നമ്മുടെ ഡോക്ടേഴ്സിന്റെ അടുത്ത്. അതിനെക്കുറിച്ച് എന്താ ഡോക്ടർക്ക് ശരിക്കും പറയാനുള്ളത്? ഇപ്പം നമ്മൾ ഡോക്ടർ ആഷ്നാസ് ക്ലിനിക്കിൽ വന്നു, അവിടെ ഇപ്പോൾ നമ്മൾ ടീം ഡോക്ടേഴ്സ്, ഞങ്ങളുടെ ടീം ഡോക്ടേഴ്സ് എല്ലാവരും വെൽ എക്സ്പീരിയൻസ്ഡ്, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ്. അപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സെയിം സ്റ്റൈൽ തന്നെയാണ് ഇവരുടെയും ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് ഇല്ല. അപ്പം ഞാൻ എങ്ങനെ പേഷ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അതേ ഒരു സെയിം സ്റ്റൈലിലായിരിക്കും ഇവരുടെ വേ ഓഫ് ട്രീറ്റ്മെന്റ് രീതി എന്ന് പറയുന്നത്. അപ്പം എന്നെ കാണുന്നത് പോലെ തന്നെ ഇവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാലും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും, അല്ലേ? ഓക്കെ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര്
എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ചിലപ്പം അറിയായിരിക്കും അല്ലേ, അതിൻ്റെ ഒരു ഹെവിനെസ് ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ ഈ ഡോക്ടർ അഷ്നനെ തന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇവർ വരാൻ സാധ്യതകൾ അത് ആക്ച്വലി സന്തോഷമുള്ള കാര്യമാണ്. അതെ. എന്നാൽ പോലും നമ്മൾ ബാക്കി ഡോക്ടേഴ്സും സെയിം രീതിയിൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. അതെ അതെ അതെ, അതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിന് ഒത്തിരി നന്ദി. ഇങ്ങനെ വളരെ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എക്സസൈസിൻ്റെ കാര്യം ഞങ്ങൾ അടുത്ത മാസം ഞാൻ എന്തായാലും ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇങ്ങനെ ഒരു സമയം അനുവദിച്ചതിനും ഇങ്ങനെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും. സോ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഒരു 5-6 സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി ഗംഭീരമായിട്ടുള്ള വേറൊരു ലെവലിലോട്ടാവട്ടെ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ടിരിക്കുന്ന മൊത്തം ഡോക്ടർ ആസ്ന മാമിൻ്റെ കഥകളാണ്, അവരുടെ എക്സ്പീരിയൻസുകളാണ്, അവരുടെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്രമാത്രം പവർഫുള്ളായിട്ടും എന്തുമാത്രം ഹാപ്പിനെസ്സിലാണ് അവരവരുടെ ആ കാര്യങ്ങൾ നമ്മോട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതൊരു പരസ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ നമ്മുടെ ജീവിതശൈലി എത്രമാത്രം ബെറ്റർ ആക്കുന്നോ അത്രമാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റും. ഇനി രോഗങ്ങളുണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ള വളരെ ജെംസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്, അവരെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.